കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിയ സമരനായകൻ പ്രിയ സഖാവേ വി.എസ്.എ. വിട. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ രൂപപ്പെടുത്തിയത് കുട്ടനാടിൻ്റെ വളക്കൂറുള്ള മണ്ണാണ്. അവിടെ പാർട്ടി ഘടകമുണ്ടാക്കി കായൽ നിലങ്ങളിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. കുട്ടനാട്ടിലെ പ്രവർത്തനത്തെപ്പറ്റി സഖാവ് വി.എസ്. പറയുന്നത് ഇങ്ങനെ: ഏതെങ്കിലും വീട്ടിൽ അന്തിയുറം, കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അമ്പലക്കുളത്തിൽ കുളിച്ച് കിട്ടുന്നിടത്ത് കിടന്നുറക്കം. രാവിലെ ഇറങ്ങും, കായൽ നിലങ്ങളിൽ ചെന്ന് കർഷക തൊഴിലാളികളെ കൊണ്ട് സംസാരിക്കുക, വീടുകളിൽ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടെ നിരവധി പേരെ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നു അവരിൽ നിന്ന് കേഡർമാർ ഉയർന്നു വരികയും ചെയ്തു. കുട്ടനാട് പാർട്ടി ഘടകത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ ഒഴിഞ്ഞ് അവിടുത്തുകാരനായ സഖാവ് തോമസിനെ സെക്രട്ടറിയാക്കുകയും ചെയ്തു. അവിടെ ശക്തമായ ഒരു കർഷക തൊഴിലാളി യൂണിയൻ രൂപം കൊണ്ടു. അതിൻ്റെ സന്ദേശം നാടെങ്ങെത്തുകയും ഓരോ സ്ഥലത്തും യൂണിയനുകൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. 3 വർഷം കുട്ടനാട്ടിൽ മുഴുവൻ സമയ പ്രവർത്തകനായി വി.എസ്. ഉണ്ടായിരുന്നു. 1945 അവസാനം രാമങ്കരിക്കടുത്ത് മുട്ടാറിൽ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ്റെ സമ്മേളനം നടത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു. മംഗലം കായൽ നിലത്ത് നടന്ന കർഷക തൊഴിലാളി പ്രക്ഷോഭം കുട്ടനാട്ടിൽ വലിയ ചലനം സൃഷ്ടിച്ചു. പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന തൊഴിലാളി സമരമായിരുന്നു ഇത്. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരെ 2 തരമായി കണ്ട് കൂലി കൊടുക്കുന്നതിനെതിരെയായിരുന്നു ഈ സമരം. ഓരോ ഭൂപ്രഭുവിനും കീഴിൽ തൊഴിലാളികൾ എന്ന പേരിൽ സ്ഥിരം തൊഴിലാളികൾക്ക് അടിമതുല്യമായ പരിഗണനയായിരുന്നു നൽകിയിരുന്നത്. പുറമേ നിന്ന് ദിവസക്കൂലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിൽ പാതി വേതനമേ പണിയാൾ തൊഴിലാളികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പണി കഴിഞ്ഞ് കളം പിരിഞ്ഞു പോകുമ്പോൾ പണിയാൾ തൊഴിലാളി കുടുംബത്തിന് 100 പറ നെല്ല് കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മംഗലം കായൽ നിലത്ത് കർഷക തൊഴിലാളി യൂണിയൻ സമരം പ്രഖ്യാപിച്ചത്. കൊയ്തിട്ട് കറ്റകൾ മെതിക്കാതെ 12 ദിവസം പണിമുടക്ക് നീണ്ടു നിന്നു. ഇത്രയും നാൾ തൊഴിലാളികൾ പാടത്തിറങ്ങാതെ മാറി നിൽക്കുന്നത് ഭൂവുടമകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ തൊഴിലാളി സമരത്തിൻ്റെ മുന്നിൽ അവർ മുട്ടുമടക്കി ചോദിച്ച കൂലി നൽകുവാൻ തയ്യാറാകുകയായിരുന്നു. കാവാലം ചെറുകര ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് വി.എസ്. ആ സമരത്തിന് നേതൃത്വം നൽകിയത്. മംഗലം കായൽ സമരം വിജയിച്ചതോടെ വി.എസ്. കുട്ടനാട് തൊഴിലാളികളുടെ നായകനായി മാറുകയായിരുന്നു. ഇടതുപക്ഷം എന്നത് ജനപക്ഷമാണെന്നും ഇടതു തീരുമാനം ഈ ജനത്തിൻ്റെ തീരുമാനമാണെന്നും ഒരു നേതാവും ജനത്തിന് മുകളിലല്ലെന്നും അണികളോട് ആവർത്തിച്ച് പറഞ്ഞ നേതാവാണ് സഖാവ് വി.എസ്. പാർട്ടിയുടെ ചട്ടക്കൂടുകൾ ഭേദിച്ച നേതാവ്. നെൽവയൽ സംരക്ഷണ നിയമത്തിന് വി.എസ്.ന് പ്രചോദനമായത് തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് കായൽ പ്രദേശത്ത് നടന്ന വിഖ്യാതമായ സമരമായിരുന്നു. പാടങ്ങൾ മണലൂറ്റി കൃഷിയോഗ്യമല്ലാതാക്കുന്നതിനെതിരെ നടന്നതാണ് മുരിയാട് സമരം. വർഗീസ് തൊടുപറമ്പിൽ എന്ന കർഷകൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്. 2007 മാർച്ച് 7-ന് മുൻമന്ത്രി പി.കെ. ചത്തൻ മാസ്റ്ററുടെ വീടിന് സമീപം കോന്തിപ്പുലം പാടത്തായിരുന്നു അടുത്ത സമരം. വ്യാപകമായ കളിമൺ ഖനനവും മണലൂറ്റവും കാരണം മുരിയാട് പാടശേഖരത്തിലെ 7800 ഏക്കർ പാടശേഖരത്തിലാണ് കൃഷി പറ്റാതെ വന്നത്. സുകുമാർ അഴീക്കോട് ഉൾപ്പെടെയുള്ളവർ സമരത്തെ പിന്തുണച്ച സമയം കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി സമരപന്തലത്തെത്തി മുരിയാട് കർഷകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് മുഖ്യമന്ത്രിയായിരുന്ന വി.എസ്. അവിടെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഭരണത്തിനെതിരെയുള്ള സമരം എന്ന നിലയ്ക്കാണ് ഇടതുപക്ഷം ആ സമരത്തെ കണ്ടിരുന്നത്. അതിനാൽ വി.എസ്. അവിടെ പോകരുതെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വി.എസ്. അത് നിരസിച്ചു. സമരപന്തലിൽ നേരിട്ട് എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സുകുമാർ അഴീക്കോടും സാറാ ജോസഫും ഇതിന് സാക്ഷികളായിരുന്നു. പിന്നീട് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ.പി. രാജേന്ദ്രനോടും ആലോചിച്ചാണ് 2008-ൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നിരുന്നത്. തൻ്റെ കൂടെയുണ്ടായിരുന്ന പലരും പാർട്ടിയിൽ മറുവശത്തേക്ക് കൂറുമാറിയപ്പോൾ കുറ്റപ്പെടുത്താൻ വി.എസ്. തയ്യാറായില്ല. സ്വപക്ഷത്തുണ്ടായിരുന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി എം.എം. മണി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മറുപക്ഷത്തേക്ക് മാറി ഒഴിപ്പിക്കലിനെ വിമർശിച്ചപ്പോഴും വി.എസ്. ഒന്നും തിരിച്ചു പറഞ്ഞില്ല. കയ്യേറ്റം ഒഴിപ്പിക്കലിൽ പാർട്ടി ഓഫീസ് ഉൾപ്പെടുമെന്ന് കണ്ടിട്ടും വി.എസ്. കുലുങ്ങിയില്ല. റെഡി 1, 2, 3
പട്ടികയുണ്ടാക്കി കൊന്നിട്ടുണ്ടെന്ന് കുപ്രസിദ്ധമായ മണക്കാട് പ്രസംഗത്തെ തുടർന്ന് എം എം മണി ജയിലിലായപ്പോൾ കാണാനെത്തിയ പ്രമുഖനായ CPM നേതാവും സഖാവ് VS ആയിരുന്നു. കണ്ണേ കരളേ എന്ന് മലയാളികൾ വിളിച്ച ഒരേ ഒരു നേതാവ്, ഇനി ഓർമ്മകളുടെ ചെന്താരകം. 102-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് ലോകത്തിന് നഷ്ടമാവുന്നത്. VSനെ വിപ്ലവസൂരനാക്കിയ സമരങ്ങൾക്ക് തുടക്കമിട്ട പുന്നപ്രയിൽ സ്വന്തം സഖാക്കൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിൻ്റെ മണ്ണിലേക്ക് ബുധനാഴ്ച അദ്ദേഹം മടങ്ങുകയാണ്. വിപ്ലവ സൂര്യന് വിട. വിപ്ലവ സൂര്യന് റെഡ് സല്യൂട്ട്.